ആ അതെ അതെ പോകുന്നുണ്ട്. ആ അതെ. ആ എന്തെങ്കിലും ഉണ്ടോ ഒരു വിവരം അറിയിക്കും. കുഴപ്പമില്ല, ഇപ്പോ ആ ചെകുത്താൻ ഭാവമില്ല. എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പൊ പറയണം. ആ ശരി ശരി എന്നാ ഓക്കെ. ജഗദീഷ് ചേട്ടാ. എന്താടി, സാരിയോ അതോ സ്വർണ്ണോ? എന്തോ ഉദ്ദേശം? എനിക്ക് ആവശ്യത്തിന് സാരിയും സ്വർണ്ണവും ഒക്കെ ഉണ്ട്. പിന്നെ നീ ചില സമയങ്ങൾ ഇങ്ങനെ ഒന്ന് എന്നെ വളയ്ക്കാറുണ്ട്. അത് പിന്നെ എന്നെ വലയ്ക്കാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വളയ്ക്കാനും വന്നൊന്നും അല്ല. പിന്നെ വളയുന്ന ഒരാള്. എടി വളയാനായിരുന്നെങ്കിലേ കോളേജ് കാലത്ത് ഞാൻ ഒത്തിരി വളയേണ്ടതായിരുന്നു. ആ പണിക്കേഴ്സ് ഫാമിലിയിൽ നിന്നൊരു ദുർവിധി എന്നെ ഇവിടെ കാത്തിരിക്കായിരുന്നില്ലേ. അതൊരു മാലതി പണിക്കർ. ആ കാര്യം പറ, എണീറ്റ് പോ. ഞാനൊരു കാര്യം പറഞ്ഞാലേ ജഗദീഷേട്ടൻ ദേഷ്യപ്പെടോ? അതിപ്പോ നീ പറയുന്ന കാര്യം എന്താണോ അതിന്റെ മൂഡ് പോലെ ഇരിക്കും. ആ സാരമില്ല, എന്തായാലും നീ പറ. അതെ, എന്റെ ഒരു സംശയം മാത്രമാണേ. പറയടി പണിക്കര് പുത്രി. രാമേട്ടൻ ഗൾഫിൽ പോയിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാ മരിച്ചത്. പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നാ എന്റെ ഒരു സംശയം. എന്താ? സാവിത്രിച്ചിക്ക് ഗർഭം ഉണ്ടോന്നൊരു ഡൗട്ട്. എഴുന്നേക്കടി. വൃത്തിയോട് പറയുന്നോടി. അയ്യോ ജഗദീഷ് ചേട്ടാ, ഞാൻ മിണ്ടിപ്പോരുത്. എന്റെ ചേച്ചിയെ കുറിച്ചോ എന്റെ ഏടത്തിയെ കുറിച്ചോ മീനാക്ഷിയെ കുറിച്ചോ എന്തെങ്കിലും വൃത്തിയോട് പറഞ്ഞ കൊന്നുകളെ നിന്നെ ഞാൻ. അയ്യോ അടുക്കളയില് പപ്പായ. പപ്പായ നിന്റെ അപ്പം പണിക്കറ തൊപ്പിപ്പാള ഓടി. ഇല്ലാത്തവരെ പ്രദൂഷണം പൊക്കി പിടിച്ചിട്ട് വന്നോളും. എന്റെ അമ്മൂമ്മയുടെ ഗർഭം. പപ്പായ ജ്യൂസ് കുടിച്ചത് വേറെ ആരോ അടി കൊണ്ടത് എന്റെ ചെവിക്കുറ്റിക്ക്. അയ്യോ പല്ല് 2 ഇളകിയിട്ടുണ്ടോന്ന് ഡൗട്ടുണ്ട്. അയ്യോ എത്ര കിട്ടിയാലും ഞാൻ പഠിക്കത്തില്ല, ചെന്ന് പിന്നെ വാങ്ങിക്കും. അയ്യോ എന്താ മാലതി, ഫേസ് മസാജ് ചെയ്യണോ? ചെറിയൊരു ക്ലാഷ് ആയിരുന്നു. എന്റെ ആങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും മേടിച്ച് കെട്ടിയായിരിക്കും. ചിലരൊക്കെ ഇവിടുന്ന് മേടിച്ച് കെട്ടും. നീ എന്താടി ഒരുമാതിരി കുത്തും കോളും ഒക്കെ വെച്ച് സംസാരിക്കുന്നേ? ഒന്നുമില്ല. സാവിത്രി ചേച്ചി, ഈ ഗർഭിണികളായ സ്ത്രീകളെ കഴിക്കരുതെന്ന് പറയുന്ന സാധനങ്ങൾ ഏതൊക്കെയാ? പപ്പായ, പൈനാപ്പിള് അതൊന്നും കഴിക്കരുതെന്നാ പറയുന്നേ. എന്നാലേ ആരോ ഒരാള് ഇവിടെ അബോർഷന് ശ്രമിക്കുന്നുണ്ട്. മാലതി പറഞ്ഞ ആ സംശയം എനിക്കുണ്ട്. നന്ദിനി കരഞ്ഞു നിലവിളിക്കാൻ മാത്രം എന്താണാവോ സന്തോഷ വാർത്ത? അതൊക്കെ വൈകാതെ എല്ലാരും അറിയും. ഇത് കുറച്ച് കുഴപ്പം പിടിച്ച കേസാ. ഒരു തവണ കോടതി തീർപ്പാക്കിയ കേസാ. വീണ്ടും പരാതി കൊടുക്കാന്ന് പറഞ്ഞാ. ഇങ്ങനൊരു സാധ്യതയുണ്ടോന്ന് ആദ്യം വക്കീലൊന്ന് നോക്ക്. ഏയ്, സാധ്യതയില്ലായ്മയൊന്നുമില്ല.
എങ്കിൽ ഇവക്കത് എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്ക. അന്നത്തെ പോലെ അല്ല വക്കീലെ. ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം. ഇന്ദ്രജ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിസ്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സഹകരണം പോലെ ഇരിക്കും കേസിൻ്റെ വിധിയും. ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല വക്കീലെ. അതല്ലേ അത്ര ഉറപ്പായി വക്കീലിനെ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞത്. ഇന്ദ്രജയുടെ ഉറപ്പിന്മേൽ കേസ് ഫയൽ ചെയ്യാം. മൈഥിലിക്ക് അനുകൂലമായി കോർട്ട് ഓർഡർ വാങ്ങിത്തരികയും ചെയ്യാം. ഓക്കെ. വാ വന്നേ. വാ അമ്മേ. ആഹാ എടുത്തി എല്ലാരും ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടേ. ഏട്ടത്തി ഒന്ന് വിളമ്പി കൊടുക്ക്. മാലതി വിളമ്പി കൊടുത്താ മതി. ദേ അവരെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അമ്മ ഒന്ന് ആഹാരം വിളമ്പി കൊടുക്ക്. അല്ലെങ്കിൽ ചേച്ചി കൂടി ഇരുന്നോ, ഞാൻ വിളമ്പി തരാം. ആ, വേണ്ട, ഞാൻ വിളമ്പിക്കോളാം. കുഞ്ഞെവിടെ മോളെ? ആ ഉറങ്ങി. മോളിരിക്കെ. ചെല്ലേ. അമ്മേ ഇന്ന് മീനാക്ഷി സ്പെഷ്യൽ ഒന്നും ഇല്ലേ? ആ മീനാക്ഷി സ്പെഷ്യൽ ഉണ്ടാക്കേണ്ട ആള് ദാ നിൽക്കുന്നു, നന്ദിനിടത്തി. നന്ദിനിടത്തേക്കാണെങ്കിൽ ഒന്നിനോട് ഒരു താല്പര്യമില്ല. ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ മുതല് ഞാൻ നന്ദിനെ ശ്രദ്ധിക്കുക. ഇവക്ക് വല്ലാത്തൊരു ക്ഷീണം. എന്തു പറ്റി മോളെ? ഒന്നുമില്ലമ്മേ. മാലതി അതിങ്ങിത്താ. ആ ശരി ശരി ഓക്കെ. ആ എടാ, നീ ഇതെവിടെയായിരുന്നു? ഹോസ്പിറ്റലിൽ നിന്ന് ഹോം നേഴ്സ് വിളിക്കായിരുന്നു അമ്മേ. കാർത്തിക് സുഖമായിട്ടിരിക്കുന്നു. നമ്മളാരെങ്കിലും അങ്ങോട്ട് പോണോടാ? നമ്മുടെ ആരുടെ ആവശ്യം ഇപ്പൊ അവിടെ ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അവനെ കാണാൻ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പോവാമല്ലോ. ഞാൻ നാളെ പോവാം. പോയിക്കോട്ടെ മുത്തശ്ശി. ഇതെന്തു ചോദ്യാ മോളെ? മോക്ക് പൊയ്ക്കൂടെ? ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാനിപ്പോ ഓടി വന്നത്. അപ്പോഴാ ആ ഹോം നേഴ്സിന്റെ ഫോൺ വന്നത്. എന്താ മോനെ? അമ്മേ, എന്നൊരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാ. അയാളുടെ ഒരു സംശയമാ, കാളഹസ്തി വെച്ച് നമ്മുടെ അച്ഛനെ കണ്ടെന്ന്. ഈ കാളഹസ്തി എവിടെയാ? അത് കാളഹസ്തി എന്നും കാലഹസ്തി എന്നും പറയും. ശിവക്ഷേത്രവാ, തെലങ്കാന ബോർഡറില്ല. എന്നാലും എന്നെ ഫോൺ ചെയ്യാൻ പോലും കൈമളേട്ട മറന്നു കളഞ്ഞല്ലോ. അമ്മേ അയ്യോ. അമ്മ ഇങ്ങനെ വിഷമിക്കാതമ്മേ. ഇതാർക്കും ഉണ്ടാവാത്ത കാര്യമൊന്നും അല്ലല്ലോ. ദൈവമേ, ആ സാവിത്രി മാലതി ഇതറിഞ്ഞ എന്തായിരിക്കും ഇവിടുത്തെ ബഹളം? എന്റെ അമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? എന്റെ ഈശ്വര, എന്താ അമ്മ ഇത്? ഇതൊരു വലിയ തെറ്റാണെന്ന് ചിന്തിക്കുമ്പോഴാ അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ. എനിക്ക് അമ്മയോട് പറയാൻ വിഷമമുണ്ട്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചവരാ അമ്മയും അച്ഛനും. എന്താ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിക്കൂടെ? അല്ല മോളെ, എന്റെ ഏജ്. എന്ത് ഏജ്? അമ്മയ്ക്കും ഏജ് ഓവർ ആയിരുന്നെങ്കിൽ
ഇങ്ങനെ ഉണ്ടാവുമായിരുന്നോ? അമ്മ ചുറ്റുപാടൊന്ന് കണ്ണോടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. ഇതമ്മ പോസിറ്റീവായി കാണ്, നെഗറ്റീവായിട്ട് കാണാതെ. മനസ്സിലൊരു ബോംബ് സൂക്ഷിക്കും പോലെയാ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡേഞ്ചറാ. അമ്മേ, നമുക്കിത് എത്രയും പെട്ടെന്ന് മുത്തശ്ശി അറിയിക്കണം. അയ്യോ വേണ്ട മോളെ. വേണം. കണ്ണുകള് മൈക്രോസ്കോപ്പാക്കി നടക്കുന്നവരാ അമ്മായിയും മാലതി ചെറിയമ്മയും. അവരിത് മണത്തറിഞ്ഞ നാറ്റിക്കും. അതിനു മുൻപ് മുത്തശ്ശിയോട് നമുക്കിത് പറയാം. മോളെ വേണ്ടടാ. ഒന്നും പേടിക്കണ്ട അമ്മേ. ഒളിച്ചു വെക്കുന്തോറും അപകടം കൂടും. മുത്തശ്ശിയോട് പറയുന്നത് തന്നെയാ നല്ലത്. എന്റെ മോളെ. അമ്മ പേടിക്കുന്ന പോലെയൊന്നും ഉണ്ടാവില്ല. വാ, ഞാനല്ലേ പറയുന്നേ. വാ വാ. അമ്മ കഴിക്കുന്നില്ലേ? അവര് കൂടി വരട്ടെ. അതല്ലേ മാലതി അതിന്റെ ശരി. എടി എന്നെ പേടിച്ചിട്ട് തല കുലുക്കണ്ട. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. ജഗദീഷേട്ടൻ പറഞ്ഞത് ശരിയാ. വാ അമ്മേ, വാ. ഹേയ് എഴുതി വെള്ളം വേണ്ട. വാ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചേ. അത് മതി മോളെ, നീ അവിടെ പോയിരിക്കെ. ഇരിക്കേ. ചെല്ലേ മാലതി, വെള്ളമി കൊടുക്ക. ആരോ ഒരാള് ഇവിടെ അബോർഷൻ ശ്രമിക്കുന്നുണ്ട്. ഒരുമാതിരി ഗർഭിണികളുടെ ലക്ഷണങ്ങളാ നന്ദിനിയടുത്ത് ഇപ്പൊ കാണിക്കുന്നത്. നിർത്തടി. എവിടുന്ന് പഠിച്ചു നീ ഇത്തരം വൃത്തികേടുകൾ പറയാനായിട്ട്? ആരോട് എന്ത് സംസാരിക്കണമെന്ന് നിനക്ക് അറിയില്ലേ മോളെ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ അമ്മേ. അത്രയ്ക്ക് നിലവാരമില്ലാത്ത തമാശയൊന്നും ഇവിടെ വേണ്ട. ഇവിടെ ഞങ്ങൾ ആരും അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. മോളെ എടുത്തി ചിലത് ഇങ്ങനെ മറ്റുള്ളവരെ കരയിപ്പിക്കാതെ അവർക്ക് ഉറക്കം വരികയല്ല. എന്താ അമ്മ ഇത് കൊച്ചുകുട്ടികളെ പോലെ? കേട്ടില്ലേ മോളെ, ഇതാ ഇവിടുത്തെ അവസ്ഥ. ഇവരുടെ ഇടയിൽ നാണം കെട്ട് ഞാൻ എങ്ങനെ ജീവിക്കും? അമ്മ കരയാതമ്മേ. പിന്നെ ഞാൻ എന്ത് ചെയ്യും മോളെ? ഈ സിറ്റുവേഷൻ ഞാൻ എങ്ങനെ തരണം ചെയ്യും? ഇതറിഞ്ഞ ഇനി അങ്ങോട്ട് കളിയാക്കലുകൾ മാത്രമായിരിക്കും. ഗ്രൂപ്പ് തിരിഞ്ഞു മാറിയിരുന്നുള്ള നാണം കെടുത്തലുകൾ. തറവാടിന് നാണക്കേട് വരുത്തിന്ന് പറഞ്ഞ്
അമ്മയും ഒരു പക്ഷെ എനിക്കെതിരെ വരും. ന്യായമായ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനാണെങ്കിൽ സ്ഥലത്തുമില്ല. ഞാൻ ഒറ്റപ്പെട്ടു മോളെ. എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തും. എന്നെയും എന്റെ കുഞ്ഞിനെയും ഇവരാരും ഒരിക്കലും അംഗീകരിക്കില്ല. അമ്മയുടെ കൂടെ ഞാനില്ലേ, അമ്മയുടെ ഈ മകള്. ഈ കാര്യം പറഞ്ഞ് നിന്റെ ഉള്ള സമാധാനം കൂടി പോവും മോളെ. എനിക്ക് വേണ്ടി ഇടപെട്ട് നീ നിന്റെ സ്വസ്ഥത കളയണ്ട മോളെ. ഒരു ഉറുമ്പിനെ പോലും അറിഞ്ഞുകൊണ്ട് നോവിക്കാത്ത എനിക്ക് എന്തിനാണ് ഈ പരീക്ഷണങ്ങള്? ഞാൻ എന്ത് മഹാപാപം ചെയ്തു? അമ്മേ, മുത്തശ്ശൻ പലപ്പോഴും പറയാറില്ലേ, ചില കഷ്ടതകൾ വരുന്നത് പല നന്മകൾക്കും വേണ്ടിയാണെന്ന്. എന്തായാലും അമ്മ എങ്ങനെയും മനസ്സിനെ നിയന്ത്രിക്കണം. അമ്മേ, ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ദൈവം ഒരു വഴി കാണിച്ചു തരും.